ഹലോ നമസ്കാരം. ഇന്ത്യൻ 2 ഡയറക്റ്റഡ് ബൈ ദ ഗ്രേറ്റ് ഡയറക്ടർ ശങ്കർ. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ടിക്കറ്റ് എടുത്തപ്പോഴോ ഈ ഒരു സിനിമ കണ്ടു തുടങ്ങുന്നത് വരെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഞാൻ ഏകദേശം ഒരു വർഷത്തോളമായിട്ട് ഈ ചാനൽ ഒരു വീഡിയോസും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാറില്ല. ഏതാണ്ട് ലാസ്റ്റ് ഇയർ ഓഗസ്റ്റ് സെപ്റ്റംബർ ടൈമിലാണ് ഞാൻ വീഡിയോസ് കൂടുതലുമായിട്ട് പോസ്റ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഏകദേശം 1 ഇയർ ആയി. പക്ഷേ ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും ശങ്കർ എന്ന് പറയുന്ന ഞാൻ എൻ്റെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ദ ലെജൻഡ് ഡയറക്ടറെ അല്ലെങ്കിൽ ദ ഗ്രേറ്റ് ഡയറക്ടറെ ഒന്ന് അഭിനന്ദിക്കണം എന്ന് തോന്നി. കാരണം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് 90s ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന, ഞാൻ ടി വിയിലൊക്കെ ഒരുപാട് റിപ്പീറ്റ് വാല്യൂ ഉണ്ടായിരുന്ന ഒരു സിനിമയാണ് ഇന്ത്യൻ എന്ന് പറയുന്നത്, ഇന്ത്യൻ 1. അത് ഒരുപാട് തവണ നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഇതിലെ സേനാധിപതി എന്ന് പറയുന്ന കമലഹാസൻ സാർ ചെയ്ത ഇന്ത്യൻ എന്ന് പറയുന്ന ക്യാരക്ടർ. ഒട്ടും സൂപ്പർ ഹീറോയ്ക്ക് മുകളിൽ ഒരുപാട് ഇമോഷൻസ് കാണിക്കുന്ന, ഒരുപാട് ഫാമിലി അറ്റാച്ച്മെന്റും അതുപോലെ തന്നെ നമ്മുടെ രാജ്യസ്നേഹവും ഒക്കെ ഉള്ള വളരെ ജസ്റ്റ് അദ്ദേഹം പറയുന്ന വേർഡ്സ് പോലും അത്രയും ഒരു നമ്മളെ മനസ്സിലേക്ക് ടച്ച് ചെയ്യുന്ന ഒരു പക്ക ഒരു ഹീറോയിസ്റ്റിക് ക്യാരക്ടറാണ് സേനാധിപതി എന്ന് പറയുന്ന ആ ഇന്ത്യൻ എന്ന് പറയുന്ന ക്യാരക്ടർ. അതിനെ അദ്ദേഹം തന്നെ, ശങ്കർ എന്ന് പറയുന്ന ആ ഗ്രേറ്റ് ഡയറക്ടർ തന്നെ ക്രിയേറ്റ് ചെയ്ത, ഏകദേശം 90s ക്രിയേറ്റ് ചെയ്ത ആ ഒരു ക്യാരക്ടറിനെ 2024 നമ്മളെ കാർട്ടൂണിലൊക്കെ കണ്ടുവരുന്ന മോഗ്ലി ലെവലിലേക്ക് കൊണ്ടെത്തിക്കാൻ അദ്ദേഹത്തിന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡയറക്ടർ ബ്രില്യൻസിന് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ഞാനൊന്ന് അഭിനന്ദിക്കണം എന്ന് തോന്നിയത്. കാരണം എനിക്ക് ആ സിനിമ കണ്ടിറങ്ങിയപ്പോൾ, ഞാൻ സാധാരണ ഒരു സിനിമയ്ക്ക് വേണ്ടി റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഒരുപാട് എഴുതിയൊന്നും വെക്കത്തില്ലെങ്കിൽ പോലും എന്ത് പറയണം എന്നൊന്ന് പ്രിപ്പയർ ചെയ്ത് പറയാറുണ്ട്. പക്ഷേ ഇത്തവണ ഞാൻ ജസ്റ്റ് ഡ്രസ്സ് പോലും മാറാതെ ജസ്റ്റ് ക്യാമറ മീൻസ് എൻ്റെ ഫോൺ എടുത്തു വെച്ചിട്ട് ഈ കാര്യം പറയുകയാണ്. ഒട്ടും പ്രിപ്പറേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒറ്റ വാക്കിൽ, ഞാൻ സാധാരണ എൻ്റെ റിവ്യൂസ് കാണുന്ന വ്യൂവേഴ്സിന് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഞാൻ സാധാരണ ഒരു സിനിമയെ ഒറ്റ വാക്കിൽ ഈ സിനിമയെ എങ്ങനെ പറയാം എന്ന് പറഞ്ഞായിരിക്കും തുടങ്ങുന്നത്. ഈ സിനിമ ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ 175 രൂപ സംതിങ് പൈസ കൊണ്ടുപോയി കളഞ്ഞ ഒരു സിനിമ, പൊറോട്ട ഇറച്ചിയും പിടിച്ച് കഴിച്ചെന്നുണ്ടെങ്കിൽ എൻ്റെ വയറ്റിലെങ്കിലും കടന്നേനെ എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഇന്ത്യൻ 2 എന്ന് പറയുന്നത്. ഇതിന്റെ ട്രെയിലർ കണ്ടപ്പം തന്നെ പല ആൾക്കാരും ഇന്ത്യൻ 1 ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഇനി ആരെങ്കിലും ഈ സിനിമ കാണാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ആ സിനിമയ്ക്ക് വേണ്ടി ടിക്കറ്റ് എടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ദയവ് ചെയ്ത് നിങ്ങൾ ഇന്ത്യൻ 1 പോലുള്ള സിനിമകളൊന്നും കാണരുത്, കാണാതെ പോയി കണ്ടു കളയുക. അങ്ങനെ പറ്റിയൊരു സിനിമ ആയിട്ടാണ് എനിക്ക് ഇതിനെ തോന്നിയത്. രൂക്ഷമായ വിമർശനം ഒന്നുമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കണ്ടുകൊണ്ടിരിക്കാൻ പ്രത്യേകിച്ച് ഒരു സാധനം ഇല്ലാത്ത ഒരു സിനിമ. ശങ്കർ എന്ന് പറയുന്ന ഡയറക്ടർ എക്സ്പീരിയൻസ് മേക്കിങ്ങിൽ കാണിച്ചു തന്നിട്ടുണ്ട്. കുറച്ച് വിഷ്വൽ ഇമ്പാക്റ്റും കുറെ ചേസും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന്റെ ഡയറക്ടർ ബ്രില്യൻസ് എന്താണോ അതിനകത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു ക്യാരക്ടറിനെ ഒരുപാട് ടി വിയിലൊക്കെ കണ്ടിട്ടില്ല. ഞാൻ തിയേറ്ററിൽ പോയി കണ്ട ക്യാരക്ടറല്ല ഇന്ത്യൻ എന്ന് പറയുന്ന ഇന്ത്യൻ 1. അത് നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ള അത്രയും നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറിനെ വളരെ ഡീസൻ്റ് ആയിട്ട് നശിപ്പിച്ച് കയ്യിൽ തരാൻ പുള്ളിക്കാരൻ ഈ ഒരു സിനിമയിൽ കൊണ്ട് കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ സിനിമയിലേക്ക് കടന്നു വരികയാണെങ്കിൽ, നമ്മൾ സാധാരണ പറയുന്ന കണക്കൊരു പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒന്നും പറയാനായിട്ട് ഇതിനകത്ത് കൂടുതലായിട്ടൊന്നും ചെകഞ്ഞെടുക്കാനില്ല. സിമ്പിളി നമ്മൾ ട്രെയിലറിൽ നിന്ന് കിട്ടിയ കണക്ക് തന്നെ നമ്മളെ സോഷ്യലി നമ്മൾ റിലവൻ്റ് ആയിട്ടുള്ള നമ്മളെ സമൂഹത്തിൽ നേരിടുന്ന കുറേ പ്രശ്നങ്ങളെ കുറിച്ച് ആദ്യം ഒരു ഇമ്പാക്റ്റ് കൊണ്ടുതരിക. അതിനുശേഷം സിനിമയുടെ എല്ലാവരും ഇന്ത്യൻ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട് നന്നാവും, അത്തരത്തിലുള്ള കുറച്ച് ക്യാമ്പയിൻ നടത്തുന്നു, ഇന്ത്യൻ തിരിച്ചു വരുന്നു. പുള്ളിക്കാരൻ കുറച്ച് അതിനൊരു പരിഹാരമായിട്ട് സീറോ ടോളറൻസ് ആ ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്. അത് പുള്ളിക്കാരൻ സസ്പെൻസ് ആയിട്ടിരുന്നോട്ടെ, സിനിമ കാണുന്നവർക്ക് മനസ്സിലാവട്ടെ. അപ്പം ആ ഒരു സീറോ ടോളറൻസിലൂടെ പുള്ളിക്കാരൻ അതിനോട് വഴി ഒരുക്കിക്കൊണ്ട് പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് കൂടെ പരസ്പര ബന്ധമില്ലാത്ത ഓരോരോ ആക്ടിവിറ്റീസ് ഇന്ത്യൻ ചെയ്യുന്നുണ്ട്. അവിടെ എവിടെയൊക്കെ പോയി കുറേ കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ സീറോ ടോളറൻസിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് കുറച്ച് കറപ്ഷനൊക്കെ കുറയുന്നു. അതിന്റെ റിസൾട്ടായിട്ട് അവസാനം ഈ നാട്ടുകാർ തന്നെ ഇന്ത്യൻ കല്ലെറിഞ്ഞ് കല്ലെറിയുന്നു, ഓടിക്കുന്നു. ഇവിടാണ് ആക്ച്വലി ഇന്ത്യൻ 3 വരുന്നു എന്ന രീതിയിൽ കൊണ്ട് നിർത്തുന്നു. സത്യത്തിൽ ഇത്രയേ ഉള്ളൂ. ഒറ്റ സിമ്പിളായിട്ട് പറഞ്ഞ് നിർത്താനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമ ഇതിനിടയ്ക്ക് വെച്ചിട്ട് ഇൻട്രൊഡക്ഷനിൽ കാണിച്ചിട്ടുള്ള കുറച്ച് സീൻസ്, നമ്മുടെ സൊസൈറ്റിയിലെ കുറച്ച് ഇമോഷൻസ് ആയിട്ടുള്ള കുറെ കറപ്ഷൻ മൂലം ഉണ്ടാവുന്ന കുറെ കാര്യങ്ങളെ വളരെ ഇമോഷണലി കാണിച്ചിരിക്കുന്ന കുറച്ച് പോർഷൻ ഉണ്ട്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഈ തട്ടുപൊളിപ്പൻ സിനിമകളും ഈ തല്ലിക്കൂട്ട് സിനിമകളിൽ കാണിച്ചു വെക്കുന്ന തരത്തിലുള്ള കുറെ കോമാളിത്തരങ്ങളല്ലാതാണ്ട് ഈ സാധനത്തിനകത്തൊന്നും ഞാൻ പേഴ്സണലി കണ്ടിട്ടില്ല. ഇതിൽ എനിക്ക് വളരെയധികം വിഷമം തോന്നിയ ഒരു സീൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതിന്റെ ഒരുപാട് കറപ്ഷൻ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഇന്ത്യൻ്റെ ഇൻട്രോ പറയുന്നതിന് മുമ്പ് ഒരു പാട്ടുണ്ട്. ഈ അസ്ഥാനത്ത് കൊണ്ട് ഇത്രയും വൃത്തികെട്ട ഒരു പാട്ട് കൊണ്ട് വെക്കേണ്ട ആവശ്യകത ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം ആ ഡയറക്ടറും അല്ലെങ്കിൽ ഇതിന്റെ ആരെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്.
മീൻസ് ഇങ്ങനൊരു ക്യാരക്ടറിന്റെ ഇൻട്രൊഡക്ഷന് തൊട്ട് മുമ്പായിട്ട് കൊണ്ടുവച്ചിരിക്കുന്ന, സത്യം പറഞ്ഞാൽ എ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് സീൻസും അതുപോലെ തന്നെ ഒരു സോങ്ങും. ആ സോങ് അതേ കണക്കൊരു ക്യാരക്ടറിന് ഇൻട്രൊഡക്ഷന് മുമ്പായിട്ട് കൊടുക്കേണ്ട ആവശ്യകത ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു കാര്യം. പിന്നീട് അങ്ങോട്ട് ഏറ്റവും വൾഗറായിട്ട് സത്യം പറഞ്ഞാൽ ഇറങ്ങി ഓടാൻ തോന്നിയ ഒരു സീൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ പോലീസുകാരും ഈ നാട്ടുകാരും ചേർന്ന് ഒരു ചേസിങ് സീൻ ഉണ്ട് ഇന്ത്യനെ. അതായത് കണ്ടപ്പോഴത്തേക്ക് ആക്ച്വലി എന്ത് പറയണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അമ്മാതിരി ഒരു വൾഗറാണോ അതോ ബോധവും വിവരവും ഇല്ലാത്തവന്മാരാണ് ഇത് കാണുന്നത് എന്ന ബോധ്യത്തോടു കൂടിയാണോ ഈ സിനിമ ഉണ്ടാക്കി വെച്ചിരിക്കുന്നവരെ പോയിട്ടുള്ള കുറച്ച് ചേസിങ് സീൻസ്. അതായത് അത് ഒരു ഇന്ത്യൻ എന്ന് പറഞ്ഞ ആ ക്യാരക്ടറിനെ വെറും നശിപ്പിച്ച് ഇനി ഇതിനകത്ത് ഒന്നുമില്ല. ഇനി ആ ക്യാരക്ടറിനെ എത്ര നല്ല രീതിയിൽ കൊണ്ടുവച്ചാൽ ഇത് ആലോചിച്ച് കഴിഞ്ഞാൽ ഇതല്ലായിരുന്നോ അതിന്റെ ബാക്കി പത്രമല്ലേ എന്ന് തോന്നുന്ന രീതിയിലാണ് ആ ഒരു ചേസിങ് സീൻ. കുറെ നേരം ഉണ്ടായിരുന്നു ചേസിങ് സീനിന് ചെന്ന് അവസാനിപ്പിച്ച് വെച്ചിരിക്കുക. എന്നിട്ട് അതിന്റെ ഒരു എൻഡായിട്ട് പലരും അതിന്റെ ട്രെയിലറൊക്കെ ഇറങ്ങിയ സമയത്ത് ഒരുപാട് വിമർശിച്ച ഒരു സാധനമായിരുന്നു മറ്റേ ബോഡി കാണിക്കുന്ന ഒരു സീൻ. മീൻസ് ഞാൻ വിചാരിച്ചത് വളരെ ഡീസെന്റ് ആയിട്ടെങ്കിലും പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത് ആക്ച്വലി പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി കാണുകയാണെങ്കിൽ കുറച്ച് ഗുണ്ടാസ് അവരുടെ ബോഡി കാണിക്കുന്നു, പുള്ളിക്കാരൻ വന്ന് അതിന്റെ ബോഡി കാണിക്കുന്നു. അതാണ് അതിന്റെ അവിടുത്തെ ഒരു സീൻ. ഇത് സത്യം പറഞ്ഞ ആ ഒരു സീനൊക്കെ ഇത്രയും ഭയങ്കര വൾഗറായിട്ടാണ് ആ ഒരു സാധനങ്ങളൊക്കെ പ്ലേസ് വെച്ചിരിക്കുന്നത്. ആ ക്യാരക്ടറിനെ എത്രത്തോളം നശിപ്പിക്കാമോ ആ രീതിയിൽ നശിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറയാം. പിന്നെ അതിനകത്ത് പുള്ളിക്കാരൻ ഈ മർമ്മകലയെ കുറിച്ച് കുറെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതിൽ ആ പറയുന്നതിൽ എത്രത്തോളം ഒറിജിനാലിറ്റി ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്തായാലും ശരി, അതിൽ ആ പഴയതിന്റെ 7 അയലത്ത് വെക്കുന്നില്ല എന്ന് മാത്രമല്ല, ഉണ്ടായിരുന്നതിന്റെ പേര് കൊണ്ട് കളഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പം പേഴ്സണലി തോന്നിയത്. രാവിലെ മുതൽ ഒരുപാട് ആൾക്കാർ ഇതിന് ടിക്കറ്റ് വൈകിട്ടത്തേക്ക് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അവരുടെ കളിയാക്കൽ എന്തായാലും കാര്യമായിട്ട് തന്നെയാണ്. ഇത്രയും വൾഗർ ആയിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും തല്ലിപ്പൊളി ആയിരിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ പോയി കണ്ട ഒരു സിനിമ ആയിപ്പോയി. കാരണം ശങ്കറിന്റെ ഡയറക്ഷനിൽ വരുന്നു, കമലഹാസൻ കുറെ നാളിന് ശേഷം അഭിനയിക്കുന്ന ഒരു സിനിമ. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് പോയി കണ്ടത്. പ്രതീക്ഷ പക്ഷേ വളരെ അസ്ഥാനത്തായി പോയി എന്നാണ് എനിക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നത്. മേ ബി ഇന്ത്യൻ 3 തീർച്ചയായിട്ടും വളരെ ആലോചിച്ചിട്ട് മാത്രമേ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുള്ളൂ. ഇന്ത്യൻ 3 വാർ ആണെന്ന് പറയുന്നു. എന്താണ് അവസാനം അതിൽ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വരുന്ന കാണാം 2025. എന്തായാലും ശരി, എനിക്ക് ഒറ്റ ഇതിൽ പറയാനുള്ളത്, ഇന്ത്യൻ 1 എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു സിനിമ ഉണ്ടാക്കി വെച്ച പോലാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്.